പ്രവചനങ്ങൾ ഏറ്റവും അധികം ഇസ്രായേലിന്റെ പ്രവചന മേഖലയ്ക്ക് പുറത്തു കിടക്കുന്ന അസീരിയയെ കുറിച്ച് അത് പ്രവചിച്ചത് അക്ഷരത്തിന് നിവൃത്തിയുണ്ടായി. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ബൈബിളിന്റെ പുറത്തു നിൽക്കുന്ന ഒരു രാജ്യമാണത്. എങ്കിലും ബൈബിളിലെ ഒരു പ്രവാചകൻ ആ രാജ്യത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രവചിക്കും. നിനവേയായിരുന്നു തലസ്ഥാന നഗരി. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്ന, നാഗരികമായി ഏറ്റവും മുന്നിട്ട് നിന്ന, ലോക നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് അപരനാമത്തിൽ വിവരിക്കാൻ കഴിയുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങൾ വളർന്നു വലുതായ ആ പ്രാചീന സംസ്കാരത്തിലെ അധികായന്മാരായ രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട അനവധി ആളുകൾ അസൂർദാന്റെ കാലത്താണ് പ്രവാചകനായ യോന നിനവേ എന്ന രാജ്യത്തിനെതിരെ പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രവചനം പ്രത്യക്ഷരം നിവൃത്തിയാകുകയും അതുപോലെ തന്നെ നിനവേ 612 BC തകർന്നരിപ്പണമാകുകയും ചെയ്തു. നെബൂഖദ്നേസറുടെയും ബാബിലോണിന്റെയും ആക്രമണത്തോടുകൂടി നിനവേ എന്ന രാജ്യം തകർന്നതോടുകൂടി ബൈബിളിന്റെ പ്രവചനം കൃത്യമായ നിവൃത്തിയായി. പിന്നീട് നമ്മൾ അറിയുന്നത് ഉയർന്നു വന്ന ബാബിലോണിയ ചക്രവർത്തിയും ബാബിലോണിയ സാമ്രാജ്യവും അതിനെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവും യിരെമ്യാവും തന്നെ അതേ കാലഘട്ടത്തിൽ പ്രവചിക്കുകയുണ്ടായി. പക്ഷേ അതും BC 612 ആരംഭിച്ച് 539 അതിന്റെ പതനം കാണുകയുണ്ടായി. പിന്നെ അടിച്ചു കയറി വന്ന മറ്റൊരു സാമ്രാജ്യമാണ് നമ്മൾ അറിയുന്നത് പോലെ പേർഷ്യയെക്കുറിച്ചും ഈ ബൈബിളിൽ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിവൃത്തിയായി. അത് കഴിഞ്ഞപ്പോൾ കൂടെ കഴിഞ്ഞപ്പോൾ അതേ പുസ്തകത്തിൽ തന്നെ പിന്നെയും മഹാനായി വരുന്ന അലക്സാണ്ടറുടെ രാജ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പതനത്തെക്കുറിച്ചും പ്രവചനപരമായി പറഞ്ഞെങ്കിൽ അത് കൃത്യമായി നിവൃത്തിയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞത് എങ്ങനെയാണ് ചരിത്രത്തിൽ നിവൃത്തിയാകുന്നത്? പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഏറ്റവും ശക്തമായ രാജ്യമായി 120 സംസ്ഥാനങ്ങളുടെ സത്രാപുകൾ എന്ന പേരിൽ അറിയപ്പെട്ട 120 സംസ്ഥാനങ്ങളായി തിരിച്ച് ഇന്ത്യയുടെ വടക്കൻ മേഖലയോടെ ഉൾപ്പെടുത്തിയിരുന്ന സൈറസിന്റെ സാമ്രാജ്യമായിരുന്നു പേർഷ്യ. പക്ഷേ ആ പേർഷ്യ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്ത് തന്നെ മഹാനായ ദാനിയേൽ അതിനെതിരെ പ്രവചിക്കുകയുണ്ടായി. അതെന്താണ് സംഭവിച്ചത്? BC 331 ആർബലായിൽ വെച്ച് നടന്ന അതിഭയാനകമായ യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർ ദാര്യാവേശ് മൂന്നാമനെ വധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് അതിനൊരു 450 വർഷങ്ങൾക്ക് മുമ്പ് അഥേന ചുട്ടരിച്ചതിന്റെ പ്രതികാരം തീർക്കുവാൻ അദ്ദേഹം സൂസൻ രാജധാനിക്ക് എത്തിവെച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ജലശീല വീണു. അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം കൃത്യമായി ചരിത്രത്തിൽ നിവൃത്തിയായി ചരിത്ര പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളായി കിടക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ബൈബിൾ കേവലം ഒരു കുട്ടി പുസ്തകമല്ല, നിന്റെ കഥ പറയുന്ന പുസ്തകം കൂടെയാണ്. അത് ഞാൻ പിന്നെ പറയും. നിങ്ങളുടെ കഥ, എന്റെ കഥ, ഇതെല്ലാം വായിക്കുവാൻ ബൈബിൾ തന്നെ വായിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ പറയും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. 1, ബൈബിൾ ശാസ്ത്രീയമാണ്. 2, ബൈബിൾ തികച്ചും ചരിത്രപരമാണ്. 3, പ്രവചനപരമാണ്. ഇതെല്ലാം കൃത്യം നടത്തിയിട്ടുണ്ട്. ബൈബിൾ പറഞ്ഞ പ്രവചനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 1000 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചത് എവിടെയാണ് മശിഹ ജനിക്കുന്നത്? ഇസ്രായേലിലെ ജനത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ ആര്യന്മാരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷാംശയമായിരുന്നു ലോകോദ്ധാരകനായ ഒരു അവതാരം എന്നുള്ളത്. പേർഷ്യക്കാരുടെ പ്രതീക്ഷയായിരുന്നു. യഹൂദന്മാർ അവനെ മശിഹ എന്നാണ് വിളിച്ചത്. ഭാവി ലോകത്തിൽ വരുവാൻ പോകുന്ന ഉദ്ധാരകനെ കുറിച്ച് അവർ പറഞ്ഞത് വരുവാൻ പോകുന്ന പ്രവാചകൻ ലോകോദ്ധാരകനാണ്, അവന്റെ പേര് മശിഹ എന്നാണ്, ദൈവപുത്രൻ എന്നാണ്. ക്രിസ്ത്യാനികളല്ല, യഹൂദന്മാരാണ് പറഞ്ഞത്. അതേ കാലഘട്ടത്തിൽ തന്നെ BC 750 ആരംഭിച്ച് വളർന്നു വന്ന പേർഷ്യയിലെ സ്വരദുഷ്ടമതത്തിന്റെ ആധാര ഗ്രന്ഥമാണ് സന്തവസ്ഥ പറഞ്ഞത് സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം ആവിർഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ എണ്ണി വെച്ചിട്ടുണ്ട്. സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായവിധി ഉണ്ടാകും. സത്യത്തിന്റെ മനുഷ്യാവതാരം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യവർഗത്തെ ദൈവം ന്യായം വിധിക്കും. സത്യത്തിന്റെ മനുഷ്യാവതാരം അവൻ വരുമ്പോൾ ലോകത്തിൽ അവികലമായിരിക്കുന്ന അധുരമസ്ഥയുടെ സാമ്രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യക്ഷരം നിവൃത്തിയാക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ ആര്യന്മാരെന്താണ് പറഞ്ഞത്? അവരും വരുവാൻ പോകുന്ന ഉദ്ധാരകന് പ്രജാപതി എന്നുള്ള പേരിൽ വേദങ്ങളും അത് കഴിയുമ്പോൾ സത്യമെന്നുള്ള പേരിൽ ഉപനിഷത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. എന്റെ സമസ്വമാ ജ്യോതിർഗമയ എന്നൊരു പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാർ പ്രതീക്ഷിച്ചത് വരുവാൻ പോകുന്ന പ്രജാപതി പ്രജകളുടെ മതിയായി വന്ന് പ്രജകൾക്ക് വേണ്ടി മരിക്കുന്ന ഉദ്ധാരകനായ പുരുഷൻ, അവനെക്കുറിച്ച് യാഗപുരുഷനെന്നോ യജ്ഞപുരുഷനെന്നോ പറയാം. ആ പുരുഷൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് ഉപനിഷത്തുകാരന്മാർ പറഞ്ഞത് സത്യമെന്നാണ്. എന്താണ് സത്യമെന്ന് പറഞ്ഞാൽ? സത്യമെന്ന് പറഞ്ഞാൽ 3 ധാതുക്കളുടെ സംയോഗമാണ്. സത്യം. എന്താണ് സത്യം? ദൈവത്വം.
മനുഷ്യത്വം, രണ്ട് ഭാവങ്ങളെ സംയമനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും ഒരു വ്യക്തിത്വം സംയമനം ചെയ്തിരിക്കുന്ന വ്യക്തിപ്രഭാവം ഇതാ യേശു ക്രിസ്തു ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അവരുടെ കർത്താവായ യേശു ക്രിസ്തു ലോകം കണ്ട അതുല്യനായ അനുഗ്രഹീതനായ അവതാര പുരുഷനാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആധികാരികമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ. അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുമെന്ന് ശുപാർശ ചെയ്യുന്നു. ആധ്യാത്മികമായി ഈ പുസ്തകത്തിന് മാത്രമേ ആധ്യാത്മികമായി ആളുകളെ ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. ആളുകളെ ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ ഈ പുസ്തകത്തിനെ സാധിച്ചിട്ടുള്ളൂ. അതിന് ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ അന്ന് ഔയാറെന്ന പാണത്തി പാടി ഈ മണ്ണിൽ, ഇടയ്ക്കാടുന്ന ഇടയൻ പാടിയ മണ്ണിൽ, ഒരു സിറൈ പെരിയനെന്ന ഓച്ചരക്കാരൻ പറയൻ പാടിയ മണ്ണിൽ, ഇളങ്കോവടികളെന്ന കുറവൻ പാടിയ മണ്ണിൽ കുറെ കൊഴിഞ്ഞപ്പോൾ പാണനും പറയനും കുറവനും പഠിക്കുവാൻ പറയുവാൻ അവകാശമില്ലാതെ അക്ഷരം വിലക്കപ്പെട്ട് അടിമത്വത്തിൽ വിധിക്കപ്പെട്ട് അവശർ എന്ന് തള്ളപ്പെട്ട് അജ്ഞതയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷന്മാർ എന്താണ് ചെയ്തത്? അന്ന് ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിതജ്ഞയെന്ന് എഴുതി വെച്ചു. ശൂദ്രൻ അക്ഷാഭ്യാസം പാടില്ല, ശൂദ്രൻ പഠിക്കരുതെന്നാണ് ആര്യന്മാരുടെ മനുസ്മൃതി പറയുന്നത്. ശൂദ്രാഭ്യാസം ചെയ്ത യൂസിനെ വർജിക്കണം. ദുർജനം കാഞ്ചനം ഭേരി ദുഷ്ടാശോ ദുഷയോഷിത ഇഷ്ടിദണ്ഡ തിലം ശൂദ്ര മർദ്ദന ഗുണവർദ്ധനം. അതുകൊണ്ട് ഇതിനെല്ലാം ശൂദ്രനെയും മർദ്ദിക്കണം, ഗുണം വർദ്ധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കുവാൻ അവകാശമില്ല. പിന്നെ ആർക്കെല്ലാം പഠിക്കാം? ആർക്കൂടെ പഠിക്കാവുന്നത് ബ്രാഹ്മണർക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേശ്യകൾക്കുമാണ്. ബ്രാഹ്മണനെ വേദം ചൊല്ലാൻ പഠിക്കണം, വേശ്യകൾക്ക് ഇവനെ സുഖിപ്പിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് രണ്ടും പറഞ്ഞതല്ലാതെ മറ്റൊരാൾക്കും വിദ്യാവിലക്കയുണ്ട്. എന്തിന്? സാധാരണ ആഭരണവർഗത്തിൽപ്പെട്ട ഒരുത്തിന് പശുവിന്റെ പാല് പോലും കുടിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ വിധിച്ചത്. നായും നരിയും നടക്കുന്ന ആളെയും കഴുതയും നടക്കുന്ന ഈ റോഡിൽ ഇരിക്കാലി മനുഷ്യൻ നടക്കാൻ പാടില്ല വിധി എഴുതി വെച്ച മനുവിന്റെ തത്വശാസ്ത്രം ഉച്ചൈസ്തര ഉദ്ഘോഷിതമായ ഈ മണ്ണിൽ ഇങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു? ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ടായി. ബൈബിൾ എന്താണ് വന്നത്? ക്രിസ്ത്യൻ മിഷന്മാർ ഇവിടെ വന്ന പടുകൂറ്റൻ പള്ളികൾ ഉണ്ടാക്കിയില്ല. അവർ പള്ളിയോട് ചേർന്ന് കൂടങ്ങൾ ഉണ്ടാക്കി. പള്ളിക്കൂടം, പള്ളിയോട് ചേർത്ത് ഉണ്ടാക്കിയ കൂടങ്ങൾക്കിട്ട പേരാണ് പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 അക്ഷരം പഠിച്ചതുകൊണ്ടാണ് ഡോക്ടർ പോയത്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ആയത്. അതുകൊണ്ടാണ് ജഗജീവൻ റാം കേന്ദ്ര ക്യാബിനറ്റ്. അതുകൊണ്ടാണ് മുലായ സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അണ്ണാദുരയും കരുണാനിധിയും അതുപോലെ മായാവതി രാജ്യം ഭരിക്കുന്നവരായി മാറിയത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട്. ഈ ബൈബിൾ ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഈ ജനവർഗങ്ങൾ ഉറക്കം വരികയില്ല. അടിമവർഗങ്ങളായി കിടന്ന് ഇവരെയെല്ലാം അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അറിയാവുന്ന ആളുകൾ തന്നെ ബൈബിളിന് വിരുദ്ധമായി ഞങ്ങളും ആണ് എന്ന് പറഞ്ഞടക്കുമ്പോൾ ഇത് ആണ് എന്ന് പറയാനുള്ള തന്റെ ഇടം നിനക്ക് പറയുന്നത് ബൈബിളാണ് നീ മനസ്സിലാക്കണം. അത്രയും പറഞ്ഞാൽ ഈ ഭാഗം പിടിയാണ്. ഞാൻ KPMSനെ കുറിച്ചാണ് പറഞ്ഞത്. KPMS ആണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഇന്നത്തെ വിഭാഗം. പക്ഷേ നീ ഇത് പറയാൻ നിന്റെ നാക്കുകൾക്ക് കഴിവ് തന്നത്, നിനക്കിത് പറയാനുള്ള ആവേശം തന്നത് ബൈബിളാണ് നീ മനസ്സിലാക്കണം. ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ടവർക്ക് ആവേശം നൽകിയതാണ് ബൈബിൾ. TN ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജേർണലിസ്റ്റ് അതേ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾ അതിനു മുമ്പ് മനോരമയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനത്തിന് കൊടുത്ത ശീർഷകം ഇതാണ്: നാരായണ ഗുരുവിന്റെ 10 കൽപ്പനകൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നാരായണ ഗുരുവിന്റെ 10 കൽപ്പനകളല്ല, നേരെ മറിച്ച് ബൈബിളിൽ മോശെ പറഞ്ഞ 10 കൽപ്പനകളാണ്. മോശയുടെ 10 കൽപ്പനകളെ കുറിച്ച് TN ജയചന്ദ്രൻ പറഞ്ഞത് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹീതമായ കൽപ്പനകളാണ് 10 കൽപ്പനകൾ. അത് അവർ കല്ലിലാണ് എഴുതി കിട്ടിയത്. പക്ഷേ കല്ലിൽ എഴുതി കിട്ടിയതായ ഈ 10 കൽപ്പനകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ എഴുതി വെക്കേണ്ടതാണ്. അങ്ങനെ എഴുതി വെച്ച് മനഃപ്പാഠമാക്കേണ്ടതാണ്, പ്രായോഗികമാക്കേണ്ടതാണ്. ഇസ്രായേലിലെ ജനം എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന അംഗീകരിച്ചുവോ അനുസരിച്ചുവോ അന്നെല്ലാം അവർ അനുഗ്രഹീതരായി. എന്നെല്ലാം ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചുവോ അന്നെല്ലാം അവർ കൂട്ടം തെറ്റിയ കുഞ്ഞാട് പോലെ ചെതറിപ്പോയി. ഞാൻ പറഞ്ഞതല്ല, TN ജയചന്ദ്രൻ എഴുതി വെച്ചതാണ്. ബൈബിൾ ആരൊക്കെ വായിച്ചോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയസഹോദരരെ ബൈബിൾ വായിക്കണം. ഇനി അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യാം. ഇവിടെയുള്ള പാവങ്ങളായ ആളുകൾ അവർ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും പറയാത്തവരാ. അവർക്ക് ബൈബിൾ വായിച്ചാൽ അടിവരയിടാനുള്ള കുറെ വാക്യങ്ങൾ ബൈബിളുണ്ട്. പാവപ്പെട്ട കുറെ ആളുകൾ, പാർശരന്മാർ, പാതിരിമാർ, ഉപദേശിമാർ, അച്ഛന്മാർ, അവിടെ കയ്യിലിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, അത് പരിശോധിച്ചാൽ അടിവരയിട്ടിരിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. ചുവന്ന മഷിയുണ്ടും പച്ചമഷിയുണ്ടും കറുത്ത മഷിയുണ്ടും എല്ലാം അടിവര ധാരാളം ഇട്ടിട്ടുണ്ട്. നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം നിനക്ക് അവകാശമായി തരും അടിവര.
അതുപോലെ തന്നെ നിന്നെ സ്വർഗത്തിലെ സകല കിളിവാതിലും തുറന്ന് മതിയാവോളം അനുഗ്രഹിക്കും അടിവര, നിന്നെ വാലല്ല തലയാക്കും അടിവര. നിങ്ങൾ അടിവരയിടാത്ത കുറെ വാക്യങ്ങൾ ബൈബിളിൽ പറയാൻ പോവുകയാണ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി എന്റെ അടുക്കൽ നിലവിളിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ അടിവരയിട്ടുണ്ടാകില്ല. രണ്ടാമത്, അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പാവപ്പെട്ടവനെ ഒരു വിട്ട് ചെരുപ്പിന് വിറ്റിരിക്കുന്നു, പാവപ്പെട്ടവന്റെ ന്യായം നിങ്ങൾ മറിച്ചു കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പാവപ്പെട്ടവന്റെ കൂലി നിങ്ങൾ പിടിച്ചു പറിച്ച് പടുകൂറ്റൻ വീടുകൾ ഉണ്ടാക്കുന്നു, പാവപ്പെട്ടവന്റെ വിയർപ്പ് കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് ചായമടിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ കാലഘട്ടത്തിൽ, ഭൂഷണത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രവാചകന്മാരാണ് എഴുതിവെച്ചത്. അന്നത്തെ കാലത്തിന്റെ വിപ്ലവത്തിന്റെ ആചാര്യന്മാർ, വിപ്ലവത്തിന്റെ തീപ്പന്തങ്ങളായത് പ്രവാചകന്മാർ. അവരെഴുതി വെച്ച വാക്കുകളാണ്. ഈ ഇത്തരം വാക്യങ്ങൾ ബൈബിളിലുണ്ട് എന്ന് മലയാളക്കരയ്ക്ക് മനസ്സിലായതെന്നാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നിട്ട് ഒരു മുമ്പേ തന്നെ ഉണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികളും കൂടെ ഈ ബൈബിളിൽ അതൊന്നും കണ്ടിട്ടില്ല. ബൈബിൾ ഇതുപോലെ കുറെ വാക്യങ്ങളുണ്ടെന്ന് മലയാളക്കരയ്ക്ക് മനസ്സിലായത് കെ ദാമോദരൻ കമ്മ്യൂണിസവും ക്രിസ്തുമതം എന്ന പുസ്തകം എഴുതുകയും അതിന്റെ തൊട്ടു പിന്നാലെ ജോർജ് കാക്കനാടൻ സുവിശേഷങ്ങളിൽ ക്രിസ്തുമതം എന്ന പുസ്തകം എഴുതുകയും അതിന്റെ തൊട്ടു പിന്നാലെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഇതുപോലുള്ള 4 കവലകളിൽ നിന്ന് പ്രസംഗം ആരംഭിക്കുകയും ചെയ്ത ശേഷമാണ്. അവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിക്കണം. തൊഴിലാളി സഖാക്കളെ, ഈ ബൈബിൾ വായിക്കാൻ ഞങ്ങളോട് ശുപാർശ ചെയ്യാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ, നാച്ചിന്റെ മൂലധനത്തേക്കാൾ ഇരുത്തം വന്ന വിപ്ലവത്തിന്റെ ഇതിഹാസ കുറിപ്പുകൾ ചാർത്തിയ അനുഗ്രഹീതമായ സാങ്കേതിക വിശേഷം ബൈബിൾ. എന്തിന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ്? ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ 24ാമത്തെ വയസ്സ് വരെയുള്ള 3 വർഷം കാലം നെഞ്ചു കൊടുത്ത്, നെറ്റി കൊടുത്ത്, ചോര കൊടുത്ത്, നീരി കൊടുത്ത് ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന് വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസം ഇവിടെയുള്ള തൊഴിലാളി, ഇവിടെ ഒരിക്കലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ അവിടെ കൊച്ചുമക്കളോ പറഞ്ഞില്ല പാവപ്പെട്ട തൊഴിലാളി മനുഷ്യനാണെന്ന്, അവനും വയറുണ്ടെന്ന്, അവനും ഭക്ഷണം വേണമെന്ന്, അവന് കിടപ്പാടം വേണമെന്ന്, അവന് ഭാര്യയും മക്കളും വേണമെന്ന് നെഹ്റു കുടുംബം പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് അതിവിടെ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിവിടെ പഠിപ്പിച്ച പിന്നാലെ വന്ന ക്രിസ്ത്യാനികൾ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം വിദ്യാഭ്യാസം നൽകി. അവരെല്ലാം വിദ്യാഭ്യാസം ലഭിച്ചുവോ കമ്മ്യൂണിസ്റ്റുകാർ പിന്നാലെ എന്ന് പറഞ്ഞ കൂലി എന്നെ വാങ്ങ്. അവർ 2 സേവനത്തെ ഞാൻ ആദരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇതേ കമ്മ്യൂണിസം എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഇന്ന് കമ്മ്യൂണിസം അല്ല, പിണറായിസമല്ലേ ഉള്ളത്. അതെവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഗതികേട് ഇന്ന് മുതലാളിത്തം ലാൽ സലാം പറഞ്ഞു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ബലികുടീരങ്ങളിലേക്ക് നോക്കി ഒരിക്കൽ ബലിയർപ്പിച്ച, ബലികുടീരങ്ങളിലേക്ക് നോക്കി സിന്ദാബാദ് പറഞ്ഞ, ബലികുടീരങ്ങൾക്ക് ലാൽ സലാം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സഹായികൾ മുതലാളിത്വത്തിന് ലാൽ സലാം പറഞ്ഞ് സ്വീകരിക്കുന്നത് ദുഃഖകരമായ കാഴ്ചയല്ലേ? എവിടെ കമ്മ്യൂണിസം? നേരെ മറിച്ച് തൊഴിലാളി സഖാക്കളെ, ഈ ബൈബിളിലേക്ക് തിരിയുക. ഇത്രയും കൂടെ പറയാം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത് ദൈവമാണ് ഏറ്റവും വലിയ തൊഴിലാളി, ദൈവത്താണ് ഏറ്റവും അറിയപ്പെടുന്ന തൊഴിലാളി. കാരണം ഈ പ്രപഞ്ചം ഇല്ലാതിരുന്നതാണ്. ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഇല്ലായ്മയെന്ന് സൃഷ്ടിച്ചുവെങ്കിൽ സൃഷ്ടി എന്ന കർമ്മമാണ് ചെയ്തത്. സൃഷ്ടി ഒരു കർമ്മമാകയാൽ കർമ്മം ചെയ്താൽ കർമ്മി എന്നല്ലേ വിളിക്കുന്നത്. ആദ്യമായി കർമ്മം ചെയ്ത തൊഴിലാളി ദൈവമാണ്. രണ്ടാമത്, ദൈവമാണ് ആദ്യം മണ്ണിൽ പണിയെടുത്ത തൊഴിലാളി. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ ആദ്യമായി മണ്ണിൽ പണിയെടുത്തത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ തൊഴിലാളി എന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. ക്രിസ്ത്യാനികൾ നെറ്റി തുളിക്കും, എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം തൊഴിലാളി എന്ന് മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ മുതലാളിയായി നിയോഗിച്ചില്ല. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. ഇത് 2 മുതലാളിയുടെ ജോലിയല്ല, തൊഴിലാളിയുടെ ജോലിയാണ്. ദൈവം മനുഷ്യനെ നിയോഗിച്ച തൊഴിലാളിയായിട്ടാണ്. ആ തൊഴിലാളി വർഗമാണ് ഇന്ന് ലോകത്തിൽ പുരോഗമനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്. അല്ലയോ തൊഴിലാളി സഖാക്കളെ, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയുന്ന പുസ്തകം ബൈബിൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സാഹിത്യം എന്നാണ് എന്റെ ഭാഷ്യം. ബൈബിളിനെ എന്തുകൊണ്ട് തൊഴിലാളി സാഹിത്യം? 1, ദൈവം തന്നെ തൊഴിലാളിയാണ്. 2, ഈ ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട ജനവർഗം ഇസ്രായേൽ, അവർ തൊഴിലാളികളാണ്. 400 പരം ആണ്ടുകൾ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് ഇഷ്ടിയ തൊഴിലാളി വർഗമായിരുന്നു ഇസ്രായേൽ. ആ ഇഷ്ടിയ തൊഴിലാളി വർഗത്തിന്റെ കണ്ണുനീരിന്റെയും കഥനത്തിന്റെയും കറപുരണ്ട ചരിത്രമാണ് ബൈബിളിലെ പുറപ്പാട് പുസ്തകം. ലോകം കണ്ട 1ാമത്തെ സകല സമര ചരിത്രം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ബൈബിളിലെ പുറപ്പാട് പുസ്തകം എന്നാണ്. അതുകൊണ്ട് ബൈബിളിലെ പുറപ്പാട് പുസ്തകം വായിക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ, നാച്ചിന്റെ മൂലധനത്തേക്കാൾ ഇരുത്തം വന്ന വിപ്ലവത്തിന്റെ ഇതിഹാസമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരിക്കലും ബൈബിൾ നിരത്തി വായിച്ചാൽ അവിടെയെല്ലാം
ഇഷ്ടിക ഉണ്ടാക്കുന്നവർ, ഇഷ്ടിക ചുട്ടെടുക്കുന്നവർ, ഉഴുന്നവർ, കട്ട ഉടക്കുന്നവർ, വിതയ്ക്കുന്നവർ, കൊയ്യുന്നവർ, വല വീശുന്നവർ, ചൂണ്ടയിടുന്നവർ, മീൻ പിടിക്കുന്നവർ, ഇങ്ങനെ തൊഴിലാളികൾക്ക് കൂട്ടം കൂട്ടമായി മാർച്ച് ചെയ്യുന്നതാണ് അത് മുതലാളികളുടെ. പക്ഷേ പാതിരിമാരുടെ കയ്യിലെത്തിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം അരമനകളിലേക്ക് മാറിയപ്പോൾ ക്രിസ്ത്യാനിത്വം സാധാരണ ജനത്തിന് മനസ്സിലാകാതെ പോയി. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരും ഒരു ചോദ്യമേ ഇല്ല. എന്തിനു വേണ്ടിയാണെങ്കിലും അംഗീകരിക്കുവാനോ അനാദരിക്കുവാനോ വിശ്വസിക്കുവാനോ വിമർശിക്കുവാനാണോ ഒരിക്കലെങ്കിലും വായിക്കൂ ബൈബിൾ. ഒരിക്കലെങ്കിലും ബൈബിൾ വായിച്ചു നോക്കുക. ഞാൻ ഈ പുസ്തകം വായിച്ചത് ഇതുപോലെ പ്രസംഗിക്കാനല്ല. ഈ പുസ്തകം ഇന്ത്യക്ക് വേണ്ട എന്ന് പറയുവാൻ കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചെയ്ത ഇറക്കുമതിച്ചരക്കായ ക്രിസ്തു, ഇറക്കുമതിച്ചരക്കായ ക്രിസ്തു മതം, ഇറക്കുമതിച്ചരക്കായ ഇംഗ്ലീഷ്, ഇംഗ്ലീഷുകാർ ഇവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്ത യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുക. ഈ അന്ന് ക്രിസ്തു ശത്രുക്കൾ കേരളത്തിൽ വരാത്ത കാലത്ത് എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ വിമർശിച്ചതാണ്. പക്ഷേ ഒടുവിൽ ഞാൻ ഈ പുസ്തകത്തോടും പരാജയപ്പെട്ടു, ഇതുവരെ ക്രിസ്തുവിനോടും പരാജയപ്പെട്ടതുകൊണ്ടാണ് പേര് മാറാതെ മതം മാറാതെ ഒരു സഭയുടെയും പ്രത്യേകമായ ലേബിളില്ലാതെ ആരുടെയും ശമ്പളം പറ്റാതെ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആദരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യസാധാരണമായ ഒരു നാമം അവനിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ ഇല്ല എന്നുള്ളത് അതിദർശിതമായിരിക്കാൻ അനന്തത വെടിഞ്ഞ് അവനയിൽ ആഗമിച്ച് അഖില ലോക ജനകൂടികളെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവരെയെല്ലാം അധ്യാപനം ചെയ്യിക്കുന്ന ആണയിട്ട് അത്യുന്നത അധ്യാപകനായിരിക്കുന്ന, മാത്രമല്ല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവനിക്കും ആകാശത്തിനും മധ്യേ ആ ദാരുണാമിതം അന്ത്യശ്വാസം വലിച്ച് അവനിൽ അടക്കപ്പെട്ട അതിശക്തമായ ആയുധമേന്തിയ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തെന്നിട്ട് തന്നെ ആണയടിച്ച ലോകത്തിൽ പിന്നെ ഈ 40 നാളുകൾ ആണിപ്പാടുള്ള കാലുകൾ വെച്ച് നീട്ടി നടന്ന് തന്നെ അനുഗമിച്ച വത്സല ശിഷ്യന്മാരെ ആണിത്തഴമ്പുള്ള കയ്യിലൂട്ടി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ജന്മഗ്രാസനത്തിൽ അമർത്തതുകൊണ്ട് അടുക്കൽ മാധ്യസ്ഥം അണച്ചു വരുന്ന, ആർക്ക് വേണ്ടി മുടങ്ങാതെ മാധ്യസ്ഥം അണയ്ക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പള്ളിയുടെ മധുഭാഗമായി നിറക്കി ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രതിഷ്ഠിക്കുക. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും. അതുകൊണ്ട് പള്ളിയുടെ മധുഭാഗമായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ നിറയ്ക്കണം. അത് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉരുവാകണം. അതിനുവേണ്ടിയാണ് ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നത്. ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രമേയം അത് അവതരിപ്പിക്കുന്ന 2 പ്രമേയങ്ങളിൽ അത് 84 പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് 2 ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് ഈ പ്രമേയത്തിൽ ഞാൻ കൊടുക്കുന്ന പേര് മനുഷ്യൻ എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകും. ഈ മനുഷ്യൻ എന്താണ്? മനുഷ്യൻ എത്ര സുന്ദരമായ പദം. മനുഷ്യൻ, സൃഷ്ടിയുടെ മകുടം, ഒരു സാഹിത്യകാരൻ. മനുഷ്യൻ, അഭൂതപൂർവമായ വിസ്മയം, മറ്റൊരു സാഹിത്യകാരൻ. എന്താണ് മനുഷ്യൻ? എന്താണ് മനുഷ്യൻ? കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചാൽ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ജീവിയുടെ പേരാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം 2 ഉത്തരം. ഒന്ന്, പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്ന മറുപടി. അവർ പറയുന്നത് പരിണമിച്ചുണ്ടായി. എന്താണ് പരിണാമം? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ അറിയാം എന്താണ് പരിണാമം. പരിണാമം എന്ന് പറഞ്ഞാൽ ഭൂമി മുതൽ സൂര്യൻ വരെ അകലമുള്ള വലിയൊരു പിണ്ഡം എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് കഷണങ്ങളായി മാറി പിന്നെയും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ളതെല്ലാം കൂടിച്ചേർന്ന് ഗാലക്സികളായി മാറി. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗാലക്സികൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സി. നമ്മുടെ ഗാലക്സിയിൽ ആയിരക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൗരയൂഥത്തിൽ 32 ഗോളങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നാം അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന 9 പ്രധാനപ്പെട്ട ഗോളം. അത് ഒന്ന് ഇപ്പോൾ പോയി പ്ലോട്ടോ, ബാക്കി 8 ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നവഗ്രഹങ്ങൾ എന്ന് പണ്ട് നമ്മൾ വിളിച്ചു. ഇനി നമുക്ക് അഷ്ടഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ ഈ ഭൂമി ഒരിക്കൽ കത്തി എരിഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ എങ്ങനെയോ മഴയുണ്ടായി വന്നു. മഴയിൽ നിന്ന് വെള്ളമുണ്ടായി. വെള്ളത്തിൽ അമീബയുണ്ടായി. അമീബയിൽ നിന്ന് ക്രമപ്രവൃത്തമായ പരിണാമം, ഹൈഡ്ര മുതൽ ആംബിയോക്കസ് വരെ നിരന്തരമായ ഈ പരിണാമങ്ങൾ. പിന്നെയും പരിണാമം. പരിണതഫലം ജാവ മനുഷ്യൻ. പിന്നെയും പരിണാമം പീക്കിംഗ് മനുഷ്യൻ. പിന്നെയും പരിണാമം പരിണതഫലം നിയാണ്ടർത്താൽ മനുഷ്യൻ. പിന്നെയും പരിണാമം പരിണതഫലം ഏറ്റവും സങ്കീർണ ജീവിയായ ആധുനിക മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട, ഹോമോ ഇറക്സ് ഗ്രൂപ്പിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായി. അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടായ മനുഷ്യന് പരിണാമവാദികളുടെ പേരെന്താണ്? അവർ വിളിച്ചത് മൃഗം എന്നാണ്. ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ ഫ്രോയിഡ് മനുഷ്യനെ വിശേഷിപ്പിച്ചത് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ ഇൻ നേച്ചർ. മനുഷ്യൻ പ്രകൃതിയെ രാശിയ ജന്തുവാകുന്നു. മറ്റേ പറഞ്ഞത് മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗം, ആയുധം നിർമ്മിക്കുന്ന മൃഗം എന്നൊക്കെയാണ്. മനുഷ്യനെ മൃഗമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ അങ്ങനെ തോന്നും. മൃഗീയമായ കാര്യങ്ങൾ ചെയ്യുവാൻ യാതൊരു ശങ്കയുമില്ലാത്തവരാണ് നമ്മുടെ ലോകത്തിലെ ആളുകൾ. അങ്ങനെ ഉള്ളപ്പോൾ ചിലപ്പോൾ തോന്നിപ്പോയെന്ന് വരാം. പക്ഷേ മനുഷ്യൻ അങ്ങനെ പരിണമിച്ചുണ്ടായതല്ല. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം 2ാമത്തെ മറുപടി
ഇതാണ്. ഈശ്വരവാദികൾ, സൃഷ്ടിവാദികൾ പറയുന്ന മറുപടി, അവർ പറയുന്നത് ദൈവം മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബൈബിളിൽ തന്നെ പറയുന്ന ഉൽപ്പത്തി പുസ്തകം അത് BC 1445 മോശ എഴുതുന്നത്. അതിന് ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുമ്പ് ഇതുപോലുള്ള അക്ഷരാഭ്യാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ അന്നത്തെ അറിയുന്ന ആളുകൾ എഴുതി വെച്ചതായ അസീറിയൻ, സുമേറിയൻ ഭാഷകളിൽ ആളുകൾ എഴുതിയിരുന്നു. ഇന്നത്തെ പോലെ കടലാസില്ലാത്ത, ഇതിന് കുറെ മുമ്പിലത്തെ പോലെ നമ്മൾ അറിയുന്നത് പനയോലയിൽ എഴുതാത്ത, അതിന് കുറെ മുമ്പിലത്തെ പോലെ ചെമ്പോലയിൽ എഴുതാത്ത, അതിന് കുറെ മുമ്പിലത്തെ പോലെ ശില എഴുതാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എഴുതിയത് എവിടെയാണ്? അന്നത്തെ സുമേറിയൻ ഭാഷയായ ആ അക്ഷരങ്ങൾ അവൻ എഴുതാൻ ഉപയോഗിച്ചത് എവിടെയാണ്? അവൻ ആ അക്ഷരങ്ങൾ ഉണ്ടാക്കി അത് കളിമണ്ണ് ചവിട്ടി പരത്തി പലക രൂപത്തിലാക്കി അത് എഴുതി വെച്ചിട്ട് അത് ചൂളയിൽ വെച്ച് ചുട്ടെടുത്തപ്പോൾ പുസ്തകങ്ങളായി. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ലക്ഷക്കണക്കിന് പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, അന്നത്തെ കാലത്തെ ആളുകൾ വിശ്വസിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ ബാബിലോണിയൻ ഇതിഹാസവും സുമേരിയൻ ചരിത്രവും പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എഴുതപ്പെട്ട രേഖകളിൽ വെച്ച് ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രാചീനതയുള്ള ബൈബിൾ പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. കാലം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മഹാഭാഗവതം പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിബന്ധാർത്ഥത്തിൽ അല്പം പാഠഭേദമുണ്ടെങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള അടിസ്ഥാന ആശയം ഭാഗവതത്തിലുണ്ട്. ഇതന്നെ മനുസ്മൃതിയിലുമുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ അന്നത്തെ ആൾ ചുരുക്കി പറഞ്ഞാൽ ഒടുവിലായി ഏറ്റവും കൂടുതലായി ഉണ്ടായ മതഗ്രന്ഥമെന്ന് പറയാവുന്ന അവർ വിളിക്കുന്ന ഖുർആൻ, അതിലും പറഞ്ഞിരിക്കുന്നത് അല്ലാഹു ചീന കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ സൃഷ്ടി വൃത്താന്തം പൊതുവെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിവാദ പ്രതലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കുറിച്ച് 1, 2, 3, 4, 5, 6 എന്ന ചില കുറിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഒരിക്കൽ കൂടെ എന്റെ പ്രമേയത്തിലേക്ക് ക്ഷണിച്ചുള്ള എന്താണ് മനുഷ്യൻ, മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടിവാദ പ്രതലത്തിൽ നിന്നുള്ള മറുപടി ഇതാണ്. 1, സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ മഹാനാണ്. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ഈശ്വരൻ ഉപയോഗിച്ചത് കേവലം വാക്ക്, കുംഖു, ആഴി, ഊഴി, തരികൾ, താരങ്ങൾ, അണ്ടങ്ങൾ, മണ്ഡലങ്ങൾ, ബ്രഹ്മാണ്ടഘടാകം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് തരി, താര, സൂര, പാരാവാര, പർവ്വത, പർവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ടഘടാകം ഉണ്ടായി വരുമെങ്കിലും ആ ഉച്ചാരണം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാതെ ദൈവം തന്റെ കരുത്തുറ്റ കരാങ്കുലിയുടെ കമനീയ കലാരൂപമായി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ മഹാനാണ്. 2, സാദൃശ്യത്തിൽ അവൻ മഹാനാണ്. ബൈബിൾ പറയുന്നത് ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തന്റെ സാദൃശ്യത്തിൽ. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം? ദൈവത്തിന് 7 അടി നീളം, അദ്ദേഹത്തിന് 80 ഇഞ്ച് നെഞ്ചളവ്, ഏതാണ്ട് 80 കിലോ തൂക്കമെന്നല്ല. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം? ലോകപ്രസിദ്ധ ദാർശനിക ആചാര്യനായ പ്ലേറ്റോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈശ്വരൻ എന്നാൽ ഇച്ഛ, വികാരം, സ്വാതന്ത്ര്യം, ഈ 3 ഗുണങ്ങളുള്ളതാണ്. ഈ 3 ഗുണങ്ങളും മനുഷ്യനുണ്ട്. അത് തന്നെയാണ് ദൈവത്തിനുള്ള ഈ 3 ഗുണങ്ങൾ മനുഷ്യനുള്ളത് കൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചത് ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ 3 ഗുണങ്ങൾ. പിന്നെ ബൈബിളിന്റെ അകത്തികേരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യം, ദേഹം, ദേഹി, ആത്മാവ് 3 ഘടകങ്ങളായി മനുഷ്യനെ ഉണ്ടാക്കി. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങൾ ഒന്നായിരിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ഒന്നായിരിക്കുക. 3 ഘടകങ്ങൾ ഒന്നായിരിക്കുന്നത്, 3 വ്യക്തികൾ ഒന്നായിരിക്കുന്നതുമായ അവസ്ഥ. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയാം. രണ്ടാമത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ 2 ഘടകങ്ങളാണ് ഉപയോഗിച്ചത്. എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യാസമായി ദൈവം, ബൈബിൾ പറയുന്നു ഉൽപ്പത്തി 2:7, ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മണ്ണിൽ ഉണ്ടാക്കിയാൽ പിണ്ടമായിരിക്കും, മൃത്പിണ്ഡം എന്ന് പറയാം. പക്ഷേ ഈശ്വരൻ മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ബൈബിൾ പറയുന്ന ദൈവം ജീവനുള്ളവനാണ്. ആ ദൈവം മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ആ മണ്ണ് മാംസമായപ്പോൾ ആ മാംസത്തിൽ ഈശ്വരൻ എന്ന ജീവശ്വാസം ഊരിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അങ്ങനെ ദൈവം 2 കാര്യങ്ങളെ കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. ഒന്ന് നശ്വരമായ മണ്ണ്, മറ്റൊന്ന് അനശ്വരമായ ദൈവത്തിന്റെ ജീവശ്വാസം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മണ്ണ്, വിണ്ണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനശ്വരത, നശ്വരത. 2 ഭാവങ്ങൾ. അല്പം കൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ തന്നെ സാധിസാന്ത വിധേയമായ മണ്ണ്, സനാതന സത്താവിശേഷമായ ഈശ്വരന്റെ ജീവശ്വാസം, 2ഉം കൂടെ സന്നിഹിപ്പിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളുണ്ട്. മണ്ണുമുണ്ട്, വിണ്ണുമുണ്ട്. ഒരിക്കൽ ഇല്ലാതിരുന്നതും പിന്നൊരിക്കൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉണ്ടായി വന്നതും ഇനി ഒരിക്കൽ ഇല്ലാതായി തീരാൻ പോകുന്നതുമായ പ്രപഞ്ചാംഗമായ മണ്ണ്, ഒന്നുകൊണ്ടും നശിക്കാത്തതും എന്നേക്കും ഉണ്ടായിരുന്നതുമായ സനാതനായ ദൈവത്തിന്റെ ജീവശ്വാസം 2ഉം കൂടെ ചേർന്നപ്പോൾ മനുഷ്യനായി. മനുഷ്യനങ്ങനെ നിത്യമായ 2 വൈരുദ്ധ്യങ്ങളുടെ ഏകീഭാവമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ വൈരുദ്ധ്യമായ 2 ഘടകവും ഞാൻ പിന്നാലെ സ്വല്പം വിശദീകരിക്കും. തൽക്കാലം ഈ കുറിപ്പിൽപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ മൂന്നാമത്, ഈ മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവിയാണ്.
ഈ ലോകത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് ജീവരാശികളുണ്ട്. മനുഷ്യൻ മാത്രമാണ് പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആത്മീയ ജീവി. എന്തുകൊണ്ട് മനുഷ്യനെ ആത്മീയ ജീവി എന്ന് വിളിക്കുന്നു? അവനാണ് ആത്മീയത്തിനുള്ളത്. മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ നോക്കിയ അവനാണ് യാഗം, അവനാണ് യോഗം, അവനാണ് ധ്യാനം, അവനാണ് തപസ്, അവനാണ് ഈശ്വരാന്വേഷണം, അവനാണ് സത്യാന്വേഷണം, അവനാണ് മക്കായി പോകുന്നത്, അവനാണ് മദീനത്ത് പോകുന്നത്, അവനാണ് വേളാങ്കണ്ണി പോകുന്നത്, അവനാണ് ശബരിമലയിലും കാശിയിലും പോകുന്നത്. എന്തുകൊണ്ട്? അവിടെയെല്ലാം മനുഷ്യനാണ് പോകുന്നത്. കോടികൾ നേടിയ കോടീശ്വരന്മാരും എന്തുകൊണ്ട് ഇവിടെയെല്ലാം പരക്കം പായുന്നു ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇവനെല്ലാം കോടികൾ നേടിയിട്ടും യാതൊരു ആശ്വാസവുമില്ല, സമാധാനമില്ല. പണവും പ്രതാപവും ഉദ്യോഗവും യാന്ത്രികമായ വളർച്ചയും ആധുനിക ഭൗതികമായ ശാസ്ത്രീയ വികാസവും ഇതെല്ലാം ലഭിച്ചിട്ടും അല്പം പോലും ആശ്വാസത്തിന് അമൃതബിന്ദുക്ക കാണുവാൻ കഴിയാതെ അവിടെ ഇവിടെ അലഞ്ഞു തിരിയുന്ന മനുഷ്യൻ. ഈ പ്രിയസഹോദരരെ, മനുഷ്യനെ ഒരിക്കലും ആശ്വസിപ്പിക്കുവാൻ ഭൗതിക കഴിയയില്ല. സർവേപ്പള്ളി രാധാകൃഷ്ണൻ നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ലോകം കണ്ട അദ്വിതീയ ഫിലോസഫർ, അദ്ദേഹത്തിന് ഒരിക്കലും ഭൗതികമായ സൗകര്യങ്ങൾക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യനെന്ന് പറഞ്ഞാൽ നോക്കിയ അവനാണ് ഇവിടെയെല്ലാം പോകുന്നത്. പള്ളി പറമ്പിൽ നോക്കിയാലും അമ്പലപ്പറമ്പിൽ നോക്കിയാലും നമ്മുടെ ലോകത്ത് എത്രയോ ബുദ്ധിയുള്ള ജീവരാശികളുണ്ട്. നാം പറയുന്നിടത്തോളം നായ്ക്കൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി നായ്ക്കളാണ്. കാരണം കുറ്റകൃത്യങ്ങൾ കുറവില്ലാതെ കണ്ടെടുക്കുവാൻ നായ്ക്കൽക്കുള്ള സ്വഭാവ വൈശിഷ്ട്യവും ബുദ്ധി കൂർമ്മതയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ്, അവയ്ക്ക് അതിന് കഴിവുള്ളത് കൊണ്ടാണ് ഡോഗ് സ്ക്വാഡ് ഉണ്ടായത്. അതുപോലെ ലോകത്തിൽ വളരെയേറെ പരിസ്ഥിതികളെ അതിജീവിച്ച് എല്ലാ ദിനോസറിനെ പോലുള്ള ജീവരാശികൾ നശിച്ചപ്പോൾ മുന്നേറി വന്ന ഒരു ജീവിയാണ് ആന. അതുപോലെ തന്നെ മറ്റൊന്നാണ് പശു. നമ്മുടെ സംപൂജ്യ ജീവി ഉണ്ടല്ലോ, മനുഷ്യനെ കൊന്നാലും പശുവിനെ കൊല്ലരുതെന്നല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ പശു സംപൂജ്യ ജീവിയാണ്. പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങളിലോ അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ എവിടെയെങ്കിലും ആനകൾ പ്രസംഗം കേൾക്കാൻ പോകാറുണ്ടോ? പശുക്കൾ പ്രസംഗം കേൾക്കാൻ പോകാറുണ്ടോ? അവിടെയെല്ലാം ഏതെങ്കിലും തീർത്ഥാടനത്തിൽ നായ്ക്ക പോയ ചരിത്രമുണ്ടോ? അതുകൊണ്ട് ഇവയൊക്കെ മനുഷ്യനല്ലേ, അവനാണ് ഇതെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനാണ് ഒരേ ഒരു ആധ്യാത്മിക ജീവി. ഞാൻ പറഞ്ഞതുപോലെ അവനാണ് യാഗം, അവനാണ് യോഗം, അവനാണ് ധ്യാനം, അവനാണ് തപസ്, അവനാണ് ഈശ്വരാന്വേഷണം, അവനാണ് സത്യാന്വേഷണം. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ത്വര അത് മനുഷ്യന് അന്തർലീനമായി കിടക്കുന്ന യാഥാർത്ഥ്യം ഞാൻ ആ ഭാഗം വിടുകയാണ്. മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണ്. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ അവൻ അന്വേഷിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഈ ഭാഗം വിടുകയാണ്. അടുത്ത കൂടുതലായി ഈ മനുഷ്യനെ കുറിച്ച് ഒരു കുറിപ്പ് ഇവിടെ പറയുകയാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ ഏറ്റവും മൂല്യമുറ്റവനാണ്, മനുഷ്യൻ ഏറ്റവും വിലയേറിയവനാണ്. ഇത് ബൈബിളിന്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യനെ വിലയുള്ളവനെന്ന് ആരും കരുതാറില്ല. നേരെ മറിച്ച് ചാൾസ് മേയോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് സമീപകാലത്ത് പറഞ്ഞത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിലയേറിയവനാണ്. എന്താണ് വില? 6 രൂപ 40 പൈസ എന്ന് അദ്ദേഹത്തിന് കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ചാണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ്, 2 ബാർ സോപ്പ് ഉണ്ടാക്കാൻ മതിയായ കൊഴുപ്പ്, 1200 തീപ്പെട്ടിക്കോൾ ഉണ്ടാക്കാൻ മതിയായ ഫോസ്ഫറസ്, 1-2 ഗ്രണ്ട് മഗ്നീഷ്യം, 5-6 ടീസ്പൂൺ ഉപ്പ്, ഇതിനെല്ലാം കൂടെ അങ്ങാടി കിട്ടുന്ന വില സമം 6 രൂപ 40 പൈസ. എല്ലാ സർക്കാരും കൂടെ പരിച്ചു മുടിച്ച ഈ രാജ്യത്ത് ഇതെല്ലാം 600 ഇരട്ടി വിലയ്ക്ക് കിട്ടുമോ? സർക്കാരെ ഇതെല്ലാം 600 ഇരട്ടി വില കൊടുത്താൽ കിട്ടുമോ? ഒരു വൃക്ക മാറ്റി വയ്ക്കണമെങ്കിൽ കൊടുക്കണം 2 ലക്ഷം. 2 വൃക്ക മാറ്റി വയ്ക്കേണ്ടി വന്നാൽ 4 ലക്ഷം. ഒരു കുപ്പി രക്തം വേണമെങ്കിൽ ഗ്രൂപ്പ് അനുസരിച്ച് വില വ്യത്യാസം. മനുഷ്യന്റെ കാല്, കാറ്, കണ്ണ്, കയ്യ് ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ കമ്പോളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് തീ പിടിച്ച വില. ഇവിടെ ആലുവായി പോയാൽ കിട്ടും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം തീ പിടിച്ച വില. ഇതെല്ലാം എന്താണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ വസ്തുക്കളുടെ വിലയാണ് ചാൾസ് മേയോ പറഞ്ഞത്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ വില, ശരീരം മാത്രമായാൽ മനുഷ്യനെന്ന് ആരെങ്കിലും വിളിക്കുമോ? ഇതെന്നാ പാലാരി വട്ടം അല്ലേ? ഈ പാലാരി വട്ടത്ത് ഒരു ദിവസം പുലരിയിൽ എഴുന്നേറ്റ് നിൽക്കിയപ്പോൾ ഒരു ശവം കിടക്കുന്നത് കണ്ടു. ആ ശവം കിടക്കുന്നു കണ്ടിട്ട് കുറേ കയറി നോക്കി നിന്ന ആളുകൾ ചിലർ പറഞ്ഞു, ഇതിലെ രാവിലെ നടക്കാനിറങ്ങുന്ന നാരായണൻ നായരുടെ ശവമാണ് എന്ന്. അപ്പോൾ വേറെത്തും പറഞ്ഞു, അല്ലല്ല, ഇതിലെ ഭിക്ഷയെടുത്ത് നടക്കുന്ന ഒരു തരമുള്ള മുഹമ്മദ് അവന്റെ ശവമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ വേറെത്തും പറഞ്ഞു, അല്ല, രാവിലെ നടക്കാനിറങ്ങുന്ന മത്തായിയുടെ ശവമാണ്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നു മത്തായിയുടെ ശവം, ഒരു കൂട്ടർ പറയുന്നു നാരായണൻ നായരുടെ ശവം, ഒരു കൂട്ടർ പറയുന്നു മുഹമ്മദിന്റെ ശവം. പക്ഷേ മുഹമ്മദ് അവിടെ കിടക്കുന്നു, നാരായണൻ നായർ അവിടെ കിടക്കുന്നു എന്ന് ഇവരാരും പറയുന്നില്ല. അവരുടെ ശവമാണ് കിടക്കുന്നത്. ഈ ശവത്തിന്റെ വിലയാണ് ചാൾസ് മേയോ പറഞ്ഞത്. മനുഷ്യനെന്ന് പറയുന്ന സംജ്ഞ ശരിയാകണമെങ്കിൽ അവന് ജീവൻ കൂടെ വേണം, ആത്മാവ് കൂടെ വേണം. ഈ ആത്മാവിന്റെ മൂല്യമല്ല ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു മഹാകവി ഉണ്ടായിരുന്നു, ഉള്ളൂർ പരമേശ്വരയ്യർ. അദ്ദേഹം മനുഷ്യനെ വളരെ ശ്ലാഘിച്ച് എഴുതിയിട്ട് പറഞ്ഞു, ആത്മാവെന്ന് പറയുന്ന സത്ത എല്ലാവരിലുമുണ്ട്. ആരിലൊക്കെ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുമുണ്ട്, അയ്യംപൊലയിലുമുണ്ട്. പക്ഷേ
പക്ഷേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യം പൊലയിലും ഒക്കെ ഉണ്ട് എന്ന് വന്നാലും കാര്യം വരുമ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കല്ലേ ഇവിടെ വിലയുള്ളൂ. അയ്യം പൊലയിന് ഇവിടെ എന്ത് വിലയുണ്ട്? അവനെ ഇല വെട്ടാൻ, തല വെട്ടാൻ, കൊടി കെട്ടാൻ, വടി വെട്ടാൻ, തടി വെട്ടാൻ ആരല്ലേ ഉപയോഗിക്കുന്നത്? അല്ലാതെ അവനെ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? നേരെ മറിച്ച് ഇവർക്കൊന്നും വില ആരും പരിഗണിച്ചില്ല. ആ വില പരിഗണിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ലോക ചരിത്രത്തിൽ എല്ലാവരും പറയുന്നതാണ് സമൂഹം. ഈ സമൂഹം നിലനിൽക്കണം. ഈ സമൂഹം നിലനിൽക്കുന്നതിന് ആയിരങ്ങളോ പതിനായിരങ്ങളോ മരിക്കുന്നുവെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. അതിന്റെ പേരിലാണ് ബാബറി മസ്ജിദിന്റെ പേരിൽ, അയോധ്യയുടെ പേരിൽ, നിലയ്ക്കലിന്റെ പേരിൽ എല്ലാം വലയ്ക്കുന്ന പ്രശ്നങ്ങളല്ലേ. പഞ്ചാബിൽ ഹിന്ദു കൊല്ലപ്പെട്ടാൽ, കാശ്മീരിൽ മുസ്ലിം കൊല്ലപ്പെട്ടാൽ, അതുപോലെ തന്നെ തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ, കൊല്ലത്ത് RSSകാരൻ കൊല്ലപ്പെട്ടാൽ, ദക്ഷിണ ആഫ്രിക്കയിൽ വെളുത്തവൻ കൊല്ലപ്പെട്ടാൽ, അമേരിക്കയിൽ കറുത്തവൻ കൊല്ലപ്പെട്ടാൽ അവരെയെല്ലാം മനുഷ്യരായി പരിഗണിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് പരിഗണിക്കുവാൻ ഞങ്ങൾക്ക് ക്രിസ്ത്യ